പൈലറ്റും എസ്കോർട്ടും ഒഴികെ മറ്റ് വാഹനങ്ങൾ വേണ്ടെന്ന നിർദ്ദേശവുമായി നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. റോഡ് ബ്ലോക്ക് ചെയ്ത് സുരക്ഷ ഒരുക്കേണ്ടതില്ലെന്നും സതീശൻ ആവശ്യപ്പെട്ടു. മുസ്ലിം ലീഗിനെ ആക്രമിക്കുന്നത് വിദ്വേഷ ക്യാമ്പയിന്റെ ഭാഗമാണെന്നും ഇതിനെതിരെ വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്നും വി.ഡി. സതീശൻ വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി വാഹനങ്ങൾ പോലീസ് തടയുന്നതോടെ ഏറെ നേരം പൊതുജനങ്ങൾ പെരുവഴിയിലാകാറുണ്ട്. ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകരുതെന്ന നിലപാടിലാണ് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. തന്റെ യാത്രയിൽ സുരക്ഷയ്ക്കായി പൈലറ്റ് വാഹനം മാത്രം മതിയെന്നാണ് സതീശൻ DGP രവാഡ ചന്ദ്രശേഖരനോട് ആവശ്യപ്പെട്ടത്. എന്നാൽ എസ്കോർട്ട് വാഹനം ഒഴിവാക്കാനാവില്ലെന്ന് DGP പറഞ്ഞു. എന്നാൽ ഒരു പൈലറ്റ് വാഹനവും ഒരു എസ്കോർട്ട് വാഹനവും മാത്രം മതിയെന്ന് DGPക്ക് നിർദ്ദേശം നൽകി. മാത്രമല്ല, ആളുകളെ പെരുവഴിയിൽ തടഞ്ഞുള്ള സുരക്ഷയും വേണ്ടെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ പുതിയ വാഹനങ്ങൾ താൻ വാങ്ങിയില്ലെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ഒരു പുതിയ കാറൊന്നും മേടിച്ചാൽ കുഴപ്പമൊന്നുമില്ല, ശരിക്കും ലക്ഷക്കരനൊന്നും കുഴപ്പമൊന്നും വരില്ല. പക്ഷെ ഒരു പുതിയ കാറ് വാങ്ങിക്കാൻ ഞാൻ തീരുമാനിച്ചാൽ അത് ഭരണ സംവിധാനത്തിന് കൊടുക്കുന്ന റോങ് മെസ്സേജ് ആവും. അപ്പോൾ ഉള്ള കാറ് അത് ഉപയോഗിക്കും. ഏത് കാറാണെന്ന് വെച്ചാൽ അതിന്റെ കളറൊന്നും നോക്കില്ല. അവർ Z+ കാറ്റഗറിയാണ്, ശ്രദ്ധിക്കണമെന്ന് പോലീസോട് പറഞ്ഞു. അപ്പോൾ അത് ഏറ്റവും ലളിതമായി ഏറ്റവും കുറച്ച് ചെയ്യണമെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ പോകുന്ന വഴിയിലൊന്നും ആളുകളൊന്നും ബുദ്ധിമുട്ടിക്കരുതെന്ന് പറഞ്ഞു. അതിനുള്ള ശേഷി കേരളത്തിലെ ഖജനാവിനില്ല. കേരളത്തെ ഭിന്നിപ്പിക്കാൻ അനുവദിക്കില്ലെന്നായിരുന്നു ലീഗിനെതിരായിട്ടുള്ള വിദ്വേഷ പ്രചാരണത്തോട് വി.ഡി. സതീശന്റെ മറുപടി. അതിനോടൊന്നും ഒരു കോംപ്രമൈസ് ഇല്ല. വിദ്വേഷ പ്രചരണത്തിനെതിരായിട്ട് ഒരു കോംപ്രമൈസും ഇല്ല. സെക്യുലർ നിലപാടിന്, മതേതര നിലപാടിന് ഒരു കോംപ്രമൈസും ഇല്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് കോംപ്രമൈസ് ചെയ്തിട്ടില്ല, പിന്നീട് ഇനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് കോംപ്രമൈസ് ചെയ്യാൻ പോണ ഒരു കോംപ്രമൈസും ഇല്ല. ഇന്ധന വില വർധനവ് കാരണം ജനങ്ങൾക്കുണ്ടായ ഭാരം കുറയ്ക്കാൻ എന്ത് നടപടി സ്വീകരിക്കാമെന്ന് ആലോചിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സെക്രട്ടേറിയറ്റിലെ മാധ്യമ വിലക്ക് മാറ്റുന്നതിനെക്കുറിച്ച് പരിഗണിക്കുമെന്നും വി.ഡി. സതീശൻ വ്യക്തമാക്കി. മീഡിയ 1 തിരുവനന്തപുരം.